നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ പ്രോബ്ലമാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ ഞാൻ ഡിസ്ക്രീറ്റ് സീരീസ് ആണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. മാർക്സ് 2, 4, 6, 8, 10 നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിവിടെ ഈ ഇക്വേഷനിൽ എന്തൊക്കെ വേണോ അതിൻ്റെയൊക്കെ കോളം ഇവിടെ വേണം. ആദ്യം തന്നെ എക്സിൻ്റെ വാല്യൂ എഴുതി, എഫിൻ്റെ വാല്യൂ എഴുതി. പിന്നെ നമുക്ക് എന്തായിരുന്നു ഇക്വേഷനിൽ വേണ്ടത്? സിഗ്മ എഫ്. നമ്മുടെ ഇക്വേഷൻ നോക്കിയേ, സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ. അപ്പോൾ എഫ് എക്സ് സ്ക്വയർ വരണമെങ്കിൽ ആദ്യം എന്ത് വേണം? എക്സ് സ്ക്വയർ വേണം. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക? ഈ എക്സ് വാല്യൂസിൻ്റെ സ്ക്വയർ ചെയ്യുക. 2ൻ്റെ സ്ക്വയർ 4, 4ൻ്റെ സ്ക്വയർ 4 16, 6ൻ്റെ സ്ക്വയർ 36, അങ്ങനെ എക്സ് സ്ക്വയർ ചെയ്യുക. ഇനി നമുക്ക് എന്തൊക്കെ വേണം? എഫ് എക്സ് വേണം. അപ്പോൾ ജസ്റ്റ് എഫിനെ ഈ എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്ത് നമ്മൾ എഫ് എക്സ് എഴുതി. ഇനി എഫ് എക്സ് സ്ക്വയർ വേണം. അപ്പോൾ എഫിനെ എക്സ് സ്ക്വയർ കൊണ്ട് ഇൻറ്റു ചെയ്ത്, അല്ലാണ്ട് എഫ് എക്സിനെ അല്ലാണ്ട് സ്ക്വയർ ചെയ്യേണ്ടത്. എഫ് എക്സിനെ അല്ല സ്ക്വയർ ചെയ്യേണ്ടത്, എഫിനെ എക്സ് സ്ക്വയർ കൊണ്ടാണ് ഇൻറ്റു ചെയ്യണത്. നമ്മൾ ആദ്യം എക്സ് കണ്ടുപിടിച്ചു, എക്സ് ക്വസ്റ്റ്യനിലുണ്ട്, എഫും ക്വസ്റ്റ്യനിലുണ്ട്. ഇനി എക്സിനെ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുക. എക്സിൻ്റെ എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് ആ എക്സ് സ്ക്വയറിനെയാണ് എഫ് കൊണ്ട് ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ എഫ് എക്സ് സ്ക്വയർ കിട്ടി. ഇനി നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ 2044 ബൈ എൻ 50 നമ്പർ ഓഫ് ഫ്രീക്വൻസി മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. എഫ് എക്സ് എത്രയാണ്? 294 ബൈ എൻ എത്രയാണ്? 50 ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ ഇക്വേറ്റ് ചെയ്യണേ? 2044 ബൈ 50 നിങ്ങൾ ഈ കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിൻ്റെയും കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ സ്ക്വയർ ചെയ്യുക. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തിൻ്റെ വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? റൂട്ട് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നോക്കിയേ, 40.88 എന്ന് കിട്ടി മൈനസ് 5.88 സ്ക്വയർ കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഈ 5.88 സ്ക്വയർ ചെയ്യുക. 5.88 ഇൻറ്റു 5.88. അപ്പോൾ നമുക്ക് ഈ ഉത്തരം കിട്ടും. എന്നിട്ട് ഇതിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 6.31 കിട്ടും. എന്നിട്ട് അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ 2.1512 എന്ന് കിട്ടും. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി ഇതിൽ നിന്ന് നമുക്ക് എക്സ് വെച്ച് തന്നെ എഫ് എക്സ് വെച്ച് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സ് ബാർ കണ്ടുപിടിക്കാം. സിഗ്മ എഫ് എക്സ് ബൈ എൻ വെച്ചിട്ട് നമ്മൾ എക്സ് ബാർ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണണം. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കണേ? സി വി എസ് ഡി ബൈ മീൻ ഇൻറ്റു 100 എന്നാണ്. എസ് ഡി നമുക്ക് കിട്ടി 2.512. മീൻ നമ്മൾ കണ്ടുപിടിച്ചു 5.88 ഇൻറ്റു 100. നമുക്ക് ആൻസർ എത്ര കിട്ടും? 42.72%.